Hello everyone, എല്ലാവർക്കും താസ് പാഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ലേഡീസ് ഫിംഗർ വെച്ചിട്ട് ഒരു മസാലയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് LCHF കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉച്ചക്കത്തെ മെയിൻ കോഴ്സായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡിഷാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാലഡ് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്ന ശേഷം ഒരു സവാള നല്ലോണം ചെറുതായി അരിഞ്ഞത് ഇതിലേക്കിടാം. നല്ലോണം വഴറ്റി കൊടുക്കാം. സവാളൻ്റെ കളറ് ഒന്ന് ചെറുതായി മാറുന്ന സമയത്ത് മുറിച്ച് വെച്ച ലേഡീസ് ഫിംഗർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കഴിയുന്നതും 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവാളയും വെണ്ടയും നല്ലോണം ബ്രൗണിഷ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് കുക്കായിട്ടുണ്ട്, കളറും ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോ പ്ലേറ്റിലോ മാറ്റിവെക്കാം. ഇനി അതേ സെയിം പാനിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വേണമെങ്കിൽ ബട്ടർ കൊണ്ടും ഉപയോഗിക്കാം. ബട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ഒരു പിഞ്ച് കായം കൂടി ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചി കയ്യാവുന്നതും ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതിനാവശ്യം ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും. ഇതിനെ നന്നായി ചതച്ചിട്ട് അതിലേക്ക് ഇടണം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതുപോലെ ചതച്ചിട്ട് ഇനി ഇതിനെ നമുക്ക് എണ്ണയിലിടാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായി വഴറ്റാം. ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് വഴറ്റിയാൽ മതി. മുളക് പൊടിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ബാക്കി മസാല ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നോളം വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യാം. അത് മസാല കരിഞ്ഞു പോവാതിരിക്കാനും മസാല നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം. പച്ചവെള്ളം ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം. നേരത്തെ വെണ്ട വേവിക്കുമ്പോൾ തീരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ തിളക്കാൻ വെക്കാം. ഒരു 2 മിനിറ്റോളം തിളക്കാൻ വെക്കാം. എന്നിട്ട് വേവിച്ച് വെച്ച് ആ വെണ്ടയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതിനെ വേവാൻ വെക്കാം. ലാസ്റ്റിൽ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പുളിന് അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഈ ലെമൺ ജ്യൂസ് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റോളം ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ഭിൻഡി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് LCHF കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉച്ചക്കത്തെ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്.
ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാലഡും കൂടി കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും കാണാം ഇതുപോലത്തെ നല്ലൊരു LCHF കീറ്റോ റെസിപ്പിയുമായി. അതുവരെ നന്ദി, നമസ്കാരം.